ഗോവിന്ദച്ചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. പ്രമാദമായ സൗമ്യ കൊലക്കേസ് പ്രതിയാണ്. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. വളരെ അവിശ്വസനീയമായ ഒരു വാർത്തയാണ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രതി ജയിൽ ചാടിയത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കൃഷ്ണേന്ദു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമിക്കായുള്ള അന്വേഷണം പോലീസ് എല്ലാ തലങ്ങളിലും നടത്തിവരികയാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോലീസിൻ്റെ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ട്രെയിനുകളിൽ പരിശോധന നടക്കുന്നു. അങ്ങനെ ഈ കൊടും കുറ്റവാളി എങ്ങനെ ജയിൽ ചാടി എന്നുള്ളത് വലിയ ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമായി അവശേഷിക്കുമ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ അന്വേഷണം ഈ കാര്യത്തിൽ നടന്നു വരികയാണ്. ഈ പ്രതിയെ തിരിച്ചറിയുന്നതിന് എളുപ്പമാണ്. ഒരു കൈ അറ്റ പ്രതിയാണ്, ഒരു കൈ മാത്രമുള്ള ഒരു പ്രതിയാണ്. പ്രതിയെ തിരിച്ചറിയുന്നതിന് കാര്യമായ പ്രയാസമില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഫോട്ടോ ആണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. പ്രതിയുടെ ഗോവിന്ദച്ചാമിയുടെ ജയിലിലെ ഏറ്റവും പുതിയ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നേരത്തെ സൗമ്യ വധക്കേസിൽ പ്രതിയായിരുന്ന ഘട്ടത്തിൽ, അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗോവിന്ദച്ചാമിയിൽ നിന്നും ഏറെ വ്യത്യാസമുണ്ട്. നേരത്തെ ഒരു മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അല്പം തടിയുണ്ട് ഗോവിന്ദച്ചാമിക്ക്. അതോടൊപ്പം തന്നെ തിരിച്ചറിയുന്നതിന് എളുപ്പമാണ്. ഒരു കൈ മാത്രമാണ് ഈ പ്രതിക്കുള്ളത്. ജയിൽ വസ്ത്രത്തിലാണ് ഈ പ്രതി ജയിൽ ചാടിയത് എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മറ്റ് ആളുകളുടെ സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ വസ്ത്രമടക്കം മാറാനുള്ള ഒരു സൗകര്യം ഈ പ്രതിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിശക്തമായ അന്വേഷണം എല്ലാ തലങ്ങളിലും നടക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി അവിടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു. മലയോരം കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതി രക്ഷപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് പുലർച്ചെ 1:30 ഈ പ്രതി രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിൽ വിവരമെത്തിയത് രാവിലെ മാത്രമാണ്. രാവിലെ 7 മണിയോടുകൂടിയാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും സമയം കൊണ്ട്, ഈ മണിക്കൂറുകൾ കൊണ്ട് പ്രതി കണ്ണൂർ ജില്ല അല്ലെങ്കിൽ സംസ്ഥാനം തന്നെ വിട്ടിരിക്കാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അതിശക്തമായ അന്വേഷണം എല്ലാ ട്രെയിനുകളിലും നടക്കുന്നു. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഏതെങ്കിലും തരത്തിൽ കണ്ണൂരിൽ നിന്നും ട്രെയിൻ കയറി മറ്റൊരു സ്റ്റേഷനിൽ, ആ ട്രെയിനിൽ നിന്നും ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി കണ്ണൂരിന് കോഴിക്കോട് ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ മംഗലാപുരം ഭാഗത്തേക്കുമുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അതിശക്തമായ പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം നടക്കുന്നു. കണ്ണൂർ ടൗൺ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ആ അന്വേഷണം നടക്കുന്നത്. CCTV ദൃശ്യങ്ങൾ, ജയിൽ പരിസരത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചു വരികയാണ്. ഇന്നലെ മുതൽ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ജയിൽ പരിസരത്ത് കണ്ടെത്തിയിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം കൂടി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നു. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള അന്വേഷണവുമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഗോവിന്ദച്ചാമി കുപ്രസിദ്ധ കുറ്റവാളിയാണ്. ഗോവിന്ദച്ചാമി സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. 10B ബ്ലോക്കിലാണ് ഈ പ്രതി ഉണ്ടായിരുന്നത്. പ്രതി രക്ഷപ്പെട്ടത് ഈ സെല്ലിൻ്റെ കമ്പി തകർത്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ജയിലിൻ്റെ 10-12 അടി ഉയരത്തിലുള്ള ആ മതിൽ ഈ പ്രതി, ഒറ്റക്കയ്യനായ പ്രതി ചാടിക്കടന്നു എന്നുള്ളത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ ജയിൽ ചാടുന്നതിന് വേണ്ടി പ്രതി ഒരു വടം കെട്ടിയതായി അവിടെ കാണുന്നുണ്ട്. അതായത് ഒരു തുണി കൊണ്ടുള്ള ഒരു വടമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വടം വെച്ച് അതിന് മുകളിൽ കയറി ചാടി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ ബാഹ്യമായ ഇടപെടൽ, ബാഹ്യമായ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏവരുടെയും സംശയം. അങ്ങനെ ഇല്ലാതെ, ആസൂത്രിതമായല്ലാതെ ഇത്രയും സുരക്ഷയുള്ള, ഇത്രയും കെയറിംഗ് ഉള്ള ഒരു പ്രതി എങ്ങനെയാണ് ജയിൽ ചാടുക എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട
ഊർജിതമായ അന്വേഷണത്തിന് DGP തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കണ്ണൂർ, കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള പോലീസിന് എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിലോ സെൻട്രൽ ജയിലിലോ അറിയിക്കണം എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയെ കണ്ടെത്താൻ എളുപ്പമാണ്. കാരണം പ്രതിയുടെ രൂപസാദൃശ്യം തന്നെ ഏറെ പരിചിതമാണ് ആളുകൾക്ക്. ഇപ്പോൾ നമ്മൾ നൽകുന്ന ഈ ഫോട്ടോയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം. ഈ കൊടും കുറ്റവാളിയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാവുന്ന ഏതെങ്കിലും അടയാളങ്ങൾ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രേക്ഷകരും പോലീസിനെ അറിയിക്കുക, ജയിൽ അധികൃതരെ അറിയിക്കുക. ഇതിൻ്റെ നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിൽ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. 112 എന്ന 112 എന്ന നമ്പറിൽ വിളിച്ചറിയിച്ചാലും മതി. എവിടെ നിന്നും ആർക്കും എപ്പോഴും വിളിക്കാൻ കഴിയുന്ന ഒരു നമ്പറാണ് 112. അതിലേക്ക് വിളിച്ചാലും പോലീസിൽ വിവരങ്ങളെത്തും. അങ്ങനെ പ്രേക്ഷകർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യുക. കാരണം കൊടും കുറ്റവാളിയാണ്. ഇത്തരത്തിലുള്ള ഒരു കൊടും കുറ്റവാളി സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് തന്നെ സമൂഹത്തിന് വലിയ തോതിലുള്ള ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടുക എന്നതിന് സമൂഹം ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനൊപ്പം ഈ നാടൊന്നാകെ കൈകോർത്താൽ ഈ പ്രതിയെ എളുപ്പം പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിന് സമൂഹമാകെ ഉണർന്ന് പ്രവർത്തിക്കുക. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സൂചനകൾ കണ്ടാൽ, സംശയം തോന്നിയാൽ പോലും പോലീസിൽ അറിയിക്കാനുള്ള ഒരു സന്മനസ് എല്ലാവരും കാണിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസിൻ്റെയും ഒരു അഭ്യർത്ഥന. സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ക്രമീകരണങ്ങളോടുകൂടിയുള്ള അന്വേഷണം കണ്ണൂരിൽ നടന്നു വരികയാണ്. കൃഷ്ണേന്ദു.